ശബരിമലയിൽ മണ്ഡലകാലം പുരോഗമിക്കുന്നതോടെ തീർത്ഥാടകരുടെ തിരക്കും വർദ്ധിക്കുകയാണ്. ഇന്നലെ മാത്രം 77,000 പേരാണ് മല ചവിട്ടിയത്. പരാതികളില്ലാത്ത ഒരു മണ്ഡല മകരവിളക്ക് കാലം കൂടിയാണ് പുരോഗമിക്കുന്നത്. വരും ദിവസങ്ങളിൽ തിരക്ക് ഇനിയും കൂടുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം അധികൃതർ. വിശദാംശങ്ങളുമായി അജയ് നാഥാണ് ചേരുന്നത്. അജയ്, വിവരങ്ങൾ. ഭക്തജനങ്ങളുടെ തിരക്കേറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ മാത്രം 77,000-ന് മുകളിൽ ഭക്തജനങ്ങളാണ് സന്നിധാനത്ത് എത്തി അയ്യനെ കണ്ടു മടങ്ങിയത്. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ ഭക്തജനങ്ങൾ, കൂടുതൽ തീർത്ഥാടകർ മലയിലേക്ക് ഒഴുകിയെത്തും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. വെർച്വൽ ക്യൂ, അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലും കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള ഒരു ഇടപെടലിൽ കൂടിയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഭക്തജനങ്ങളുടെ ഒരു പ്രതികരണത്തിൽ കൊണ്ടുപോകാം. സന്തോഷമായി തൊഴുതു, നന്നായി തൊഴുതു, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് തിരക്കുണ്ട്. ഇന്നലെ തിരക്കണമില്ല, കയറുമ്പോൾ തിരക്കണമില്ല, കയറി ഇറങ്ങി ഇപ്പോൾ നല്ല തിരക്കായി. എന്നാൽ സന്തോഷമായി തൊഴുതു. ദർശനം മോർണിംഗിൽ ദർശനം കഴിഞ്ഞു. രണ്ടാമതൊന്നും കൂടി ഞങ്ങൾ തൃശ്ശൂർ ഗുരുവായൂർ അടുത്തുനിന്ന്. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട് കന്നിസ്വാമിയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇതിൻ്റെ ഈ വെർച്വൽ ക്യൂ ദർശനം? ഗംഭീരമായി, സന്തോഷമായി. ഇനിയും തുടർന്ന് കിട്ടണം ദർശനം, ഉണ്ടായിരിക്കണം. കഴിഞ്ഞ വർഷത്തേക്കാളെന്ന് അപേക്ഷിച്ച് എക്സ്പീരിയൻസ് ഒന്നുകൂടെ ബെറ്റർ ആവുകയുള്ളൂ. കാരണം അവർ പോലീസിൻ്റെ ആയാലും അവിടുന്ന് കടത്തി വിടുന്നതനുസരിച്ച് തിരക്കൊഴിച്ച് അവർ ഓരോ ഗ്യാപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് അധികം തിരക്കും അങ്ങനത്തെ ഉള്ള പ്രശ്നം. ഇപ്പം അമ്മേനെ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന കാരണം കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ ഇവിടുന്ന് ആയാലും അവരെ പ്ലാനിങ്ങും എല്ലാതും എക്സിബിഷനും ഒക്കെ അടിപൊളിയായിരുന്നു. വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ട് അങ്ങനെ നിലനിർത്തുന്ന കാര്യമുണ്ടോ? ഇല്ല, അങ്ങനെ നിലവിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ കറക്റ്റ് ടൈം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ താഴത്ത് നിന്നപ്പോഴും അങ്ങനെ തിരക്കിൻ്റെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മുമ്പെന്നെല്ലാം ഫാസ്റ്റിംഗ് ആയിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. സന്നിധാനത്തേക്ക് കയറി വരാനുള്ള ക്രമീകരണം എല്ലാം പോലീസിൻ്റെ ഭാഗത്ത് നല്ല ഇടപെടലുണ്ടാവും. നല്ല ഇടപെടലായിരുന്നു. കാരണം അത് പ്രത്യേകം എടുത്ത് പറയേണ്ടത്, കാരണം അവർ ഓരോ സെക്ഷനായിട്ട് കയറ്റിവിടുന്ന ഒരു 100 വെച്ചിട്ട് കയറ്റിവിടുന്ന കാരണമായതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും തിരക്കില്ലാതെ കയറി വരാമെന്നുള്ള ഒരു ഇതിലായിരുന്നു. ഓക്കെ, അതുതന്നെയാണ് തീർച്ചയായും 80,000-ന് താഴെ, അത് 77,000, 70,000, 60,000 ആ ഒരു അളവിലുള്ള ഭക്തജനങ്ങളാണ് ഇങ്ങോട്ട് ഒഴുകിയിരുന്നെങ്കിലും ഇവർക്ക് വളരെ സുഗമമായി ഈ മല ചവിട്ടി സന്നിധാനത്തെത്തി ഭഗവാനെ കണ്ടു മടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിന് കൃത്യമായൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എല്ലാ ഭക്തജനങ്ങളും വളരെ സന്തോഷത്തിലാണ്. വെർച്വൽ ക്യൂ, അതുപോലെ തന്നെ തത്സമയ ബുക്കിംഗ് ഉൾപ്പെടെ എല്ലാം വളരെ ക്രമീകരണങ്ങളുമായി മുന്നോട്ട് പോകുന്നു. തുടർന്ന് ഒരു 90,000 ആളുകളിലേക്ക് കൂടി ഒരു ദിവസം 90,000 ആളുകളെ ഈ സന്നിധാനത്തെത്തി തൊഴുതു മടങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ക്രമീകരണം നടത്തുവാനുള്ള ആലോചനയിൽ കൂടിയാണ് ദേവസ്വം ബോർഡുള്ളത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ സന്നിധാനത്ത് ഭക്തജനത്തെ തിരക്കേറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.